ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യസ് 5-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. കേട്ടോ, ഇവിടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ മിശിഹ, അതായത് ദൈവം. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനപതികളാണ് നമ്മൾ ഓരോരുത്തരും. അതായത് ദൈവത്തിന്റെ സ്ഥാനം വഹിക്കുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനം വഹിക്കുകയാണെങ്കിൽ നീ എങ്ങനെ പെരുമാറണം? നീ സ്നേഹത്തിൽ പെരുമാറണം. ആമേൻ. സ്നേഹം, നീ ദൈവം എങ്ങനെ സ്നേഹിച്ചോ നീ അതുപോലെ സ്നേഹിക്കണം. പക്ഷെ ഇവിടെ ഓരോരുത്തരും സ്നേഹിക്കുന്നത് അങ്ങനെയാണോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനാണ് പറഞ്ഞു ഈശോ. ഇതാ ഞാൻ ഒരു പുതിയ കൽപ്പന തരുന്നു. അപ്പൊ പഴയതൊക്കെ എന്തി? അപ്പൊ അതിനൊക്കെ മുകളിലാണ് ഈ സ്നേഹം നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഓക്കെ, എന്നിട്ട് പറയാണ്, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കേട്ടോ, അപ്പം ദൈവം നമ്മൾ ഓരോരുത്തരോട് പ്രവർത്തിക്കണം. കാരണം അവൻ മനുഷ്യനായി വന്നു, ശരീരം ധരിച്ചു, വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ആത്മാവായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആ ആത്മാവായി നിൽക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ നിൽപ്പുണ്ട്. ഇനി ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും, നമ്മളിൽ എല്ലാവരും നല്ലൊരു ഇതായിരിക്കണം. ഏതാ? ക്രിസ്തുവിന്റെ സ്ഥാനപതികളായിരിക്കണം. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനം വഹിക്കുന്നവരായിരിക്കണം. കാരണം ഇപ്പം ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളുണ്ട്. വീട്ടില് അപ്പനുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ കുറെ മുഖ്യമന്ത്രിയുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ദൗത്യം എന്താണ്? അവരുടെ ദൗത്യം നീതിയോടെ ഭരിക്കണം. അപ്പൊ കുടുംബത്തിലൊരു ഭർത്താവാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാം നീതിയോടെ പ്രവർത്തിക്കണം. പക്ഷെ ഇവിടെ നീതിയോടെയാണ് പ്രവർത്തിക്കുന്നത്, വിശുദ്ധിയോടെയാണ് നമ്മൾ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നത്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. അതിന്റെ അർത്ഥം എന്നാ? ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾ എന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നിട്ടോ നിങ്ങൾ നന്മ, സൽപ്രവൃത്തികൾ, കണ്ടോ, സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ. കണ്ടോ, അപ്പൊ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ, യേശു എന്ന് പറഞ്ഞാൽ പാപമോചനം. അപ്പൊ നിന്നിലൂടെ മറ്റുള്ളവർക്ക് ഈശോയ്ക്ക് ഇന്നും പാപമോചനം കൊടുക്കണം. 1. 2, നിന്നിലൂടെ യേശുവിന് പ്രവർത്തിച്ച് മറ്റുള്ളവരെ രക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ കാര്യങ്ങൾ ചെയ്യും. അതാ കാരണം എന്നറിയോ? ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവൻ. ദൈവത്തോട് രമ്യതപ്പെടുക എന്ന് അർത്ഥം എന്നറിയോ? ഓരോരുത്തരും ഇവിടെ ദൈവത്തോട് രമ്യതപ്പെടണം. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കണ്ടോ, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അപ്പൊ നമ്മളെല്ലാം ദൈവത്തിൽ നീതിയാകാൻ വേണ്ടി. കാരണം നമുക്ക് സ്വയമേ നീതീകരിക്കാൻ പറ്റിയില്ല. കാരണം നിയമങ്ങൾ നിനക്ക് അനുസരിക്കാൻ പറ്റിയില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അതായത് നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങളാണ് നമ്മളെ അതിക്രമങ്ങളാണ് അവൻ ചുമന്നത്. അപ്പം ഒരു ഊനമറ്റ കുഞ്ഞാടായിരിക്കണം നമ്മൾ. എന്നാലുള്ളൂ മറ്റുള്ളവരെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതി ആകേണ്ടതിന്. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ അറിയോ? ദൈവം നമ്മളെ നീതിമാനാക്കി. കണ്ടോ, അതുകൊണ്ട് പറഞ്ഞത് പത്രോസ് 3-ാം അധ്യായത്തില് 18-ാമത്തെ വചനം, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. അപ്പൊ നമ്മൾ നീതിമാനായിരിക്കണം. ക്രിസ്തുവിന്റെ ശുശ്രൂഷ നിൽക്കുന്നവൻ നീതിമാനായിരിക്കണം. അതായത് നീതിമാൻ എന്നാ? നീതിമാൻ എന്ന് പറഞ്ഞാൽ നീ സത്യം മാത്രം പറയണം. ഹല്ലേലൂയ. സത്യം മാത്രം. ഞാൻ വെറും മണ്ണാകുന്നു. കണ്ടോ, ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കണം. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഞാൻ ക്രിസ്തു എന്റെ ശിരസാകുന്നു. അങ്ങനെ നീതിരഹിതർക്കൊണ്ടുള്ള നീതിമാന്റെ മരണമായിരുന്നു, ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസ്ഥാനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നിന്റെ ദൗത്യം എന്താണ് ഈ ലോകത്തിൽ. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അതാ വിവാഹം കഴിച്ചും കഴിപ്പിച്ചും വീട് പണിച്ചും തിന്നും കുടിച്ചും ജീവിക്കാനല്ല, ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് സത്യവും നീതിയും ആയിരിക്കണം നിലനിന്ന് പറയേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് 1 കൊരിന്ത്യസ് 15-ാം അധ്യായത്തില് 32-ാമത്തെ വചനം, മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. കേട്ടോ, നീ എന്ത് വേണം ചെയ്തു, പക്ഷെ നിനക്കൊരു പുനരുത്ഥാനമുണ്ട്. അതിന്റെ സാക്ഷ്യമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നിങ്ങൾ മരിച്ചു പോകും, പക്ഷെ നിങ്ങൾ വഞ്ചിതരാകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. നിങ്ങൾ നീതിപൂർവം സമശിഷ്ടത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുവിൻ. ചിലർക്ക് ദൈവത്തെപ്പറ്റി ഒരറിവുമില്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാനിത് പറഞ്ഞത്. ഹല്ലേലൂയ.
യേശു നന്ദി. ഇനി 2 കൊരിന്ത്യസിനകത്ത് വീണ്ടും 2-ാം അധ്യായത്തിനകത്ത് നോക്കി 14-ാമത്തെ വചനം പറഞ്ഞു നോക്കി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. അപ്പം ക്രിസ്തു വഴിയാണ് നമുക്ക് വിജയം വരുന്നത്. ഹല്ലേലൂയ. നോക്കി, ഇപ്പം നമ്മുടെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനൊക്കെ എങ്ങനെ മുഖ്യമന്ത്രിയായി? അവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ട്. ആമേൻ. അപ്പൊ അതുപോലെ നിന്നെ ഉയർത്തും കർത്താവ്. ആമേൻ. എന്നിട്ട് പറഞ്ഞറിയോ എന്തുകൊണ്ടെന്നാൽ 15-ാമത്തെ വചനം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ്. അപ്പൊ നമ്മളെല്ലാം ക്രിസ്തുവിന്റെ പരിമളങ്ങളായി മാറണം. അതല്ലേ ഓരോ വിശുദ്ധന്മാരുടെ ഇത് പറയുമ്പോഴത്തേക്കും പരിമളങ്ങളാണ് അവരൊക്കെ. അതൊക്കെ ആ പാട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ പരിമളമാന്ന് പറഞ്ഞിട്ടുണ്ട്. മാമലമേ ഉയരും നഗരമേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതത് എല്ലാത്തിനും മുകളിൽ നമ്മളെ ഉയർത്തും കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ഇനി വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ കർത്താവ് എന്നാ പറയുന്നത്. ആമേൻ. പറഞ്ഞു വെച്ചാൽ 2-ാമത്തെ വചനം, ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യൻ രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയുടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവൻ സൃഷ്ടിച്ചത്. അവനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ആദത്തെ സൃഷ്ടിച്ചതിന് ആ യുക്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ ഭരിക്കേണ്ടവനാണ്. പക്ഷെ നീ ഇന്നെന്താണ്? നീ തകർന്നു കിടക്കണം. പുരുഷൻ തകർന്നു കിടക്കണം. ആമേൻ. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വചനം വീണ്ടും പറഞ്ഞതെന്നറിയോ? ഇത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ പഠിക്കണം, ഇരിക്കണം. എന്താ പറയുന്നത്? അതായത് ദൈവം മനുഷ്യനെ അതായത് സ്ത്രീയും പുരുഷനും. കണ്ടോ, ഇവിടെ ചിലർക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട്, ചിലർക്ക് അവനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനുമാണ്. കണ്ടോ, അപ്പം സ്ത്രീ എന്തിനാണ്? അവൻ ഇണയും തുണയുമായിരിക്കണം. ഹല്ലേലൂയ. പക്ഷെ ഇവനാണ് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അവനാണ് ലോകത്തെ ഭരിക്കേണ്ടത്. അല്ലെങ്കിൽ വീട്, നാട്, എന്തെങ്കിലും ആട്ടെ, അത് നമ്മൾ തീരുമാനിച്ചോണം. അല്ലെങ്കിൽ നീ ക്രിസ്തുവിന് ദൈവത്തെ തന്നെയാണ് മറുതിരിക്കുന്നത്. റോമാക്കാർക്ക് ഇതിന് 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിലവിലിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ദൈവത്തെ സ്ഥാപിതമാണ്. ആരൊക്കെ ഈ നിയമത്തെ ധിക്കരിക്കുന്നു അവർക്കൊക്കെ ദൈവത്തെ തന്നെ ധിക്കരിക്കുന്നു, അവർക്കൊക്കെ ശിക്ഷാവിധി വരും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു വെച്ചാല് ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. അപ്പൊ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ സൃഷ്ടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നിന്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം നിനക്കില്ലെങ്കിലുണ്ടല്ലോ, നീ ഉണങ്ങിയ ശാഖയായി പോകും. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 4-7 വരെ പറഞ്ഞിട്ട്. ആമേൻ. 4-7. ആമേൻ. ഹല്ലേലൂയ. ഇത് വായിച്ച് മനസ്സിലാക്കണം. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നീ ഫലം പ്രകടിപ്പിക്കും. വരങ്ങളും ദാനങ്ങളും അല്ല ഇവിടെ നോക്കുന്നത്, നീ ഫലമുണ്ടോ എന്നുള്ളതാണ്. ഫലം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ദൈവസ്നേഹത്തിലേക്ക് വന്നു. സഭാപ്രസംഗന്റെ 7-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനം എന്നാ പറയുന്നത്? ദൈവം മനുഷ്യനെ സരളഹൃദയനായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ അവന്റെ സങ്കീർണങ്ങളെല്ലാം അവന്റെ തന്നെ സൃഷ്ടിയാണ്. നമ്മളുണ്ടോ, അപ്പൊ പുരുഷനാണ് അവന്റെ എന്ന് പറഞ്ഞത്. സ്ത്രീ ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞില്ല, അവന്റെ തന്നെ സൃഷ്ടിയാണ്. അവനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ ലോകത്തിൽ തല്ലും വെടിവെപ്പും കൊലയും എല്ലാം ആണുങ്ങളാണ് ചെയ്യുന്നത്. നുണ പറയുന്നു, വഞ്ചിക്കുന്നു, ഇതെല്ലാം അവനാണ് ചെയ്യുന്നത്. പിന്നെ സ്ത്രീ അതിന് നിവൃത്തിയില്ല കാരണം അവളും ആ കൂടെ കൂടും. അല്ലെങ്കിൽ അതാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 കൊരിന്ത്യസ് 13-ാം അധ്യായത്തിലൊക്കെ എന്നാ പറയുന്നത്? ഭാഷാപത്തെ സ്തുതിക്കാൻ കഴിവുണ്ടെങ്കിലും, അത്ഭുതം രോഗശാന്തി ഉണ്ടെങ്കിലും, മലയെ മാറ്റാൻ വലിയ ജ്ഞാനം ഉണ്ടെങ്കിലും, സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുള്ളതാണ്. അപ്പൊ സ്നേഹം എന്താണ്? അതാണ് എളിമ. സ്നേഹം എന്ന് പറഞ്ഞാൽ എളിമയാണ്. എളിമ എന്ന് പറഞ്ഞാൽ അനുസരണം. പുരുഷൻ ക്രിസ്തുവിനെ അനുസരിക്കണം, സ്ത്രീ പുരുഷനെ അനുസരിക്കണം, മക്കളും മാതാപിതാക്കളെ അനുസരിക്കണം. അപ്പോൾ കൃപ വരും, കൃപ ഒഴുകും. ഇല്ലെങ്കിൽ ശിക്ഷ, തകർന്ന് തരിപ്പിടമോ. കൃപയില്ലാതെ പോഷന്മാരായിട്ട് പിശാച് നിന്നിൽ കയറിയിട്ട് പിശാച് ആധിപത്യം ശ്രമിച്ചിട്ട് നീ അന്ധകാരത്തിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? കാട്ടിക്കൂട്ടുന്നതെല്ലാം പൈശാചികമായിരിക്കും. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പം മനസ്സിലാക്കണം ക്രിസ്തു ആരാണെന്നും നീ ക്രിസ്തു തമ്മിലുള്ള ബന്ധം. നിന്റെ ശിരസ് ക്രിസ്തുവാണ്. അപ്പൊ നീ ആർക്ക് വേണ്ടി ജീവിക്കണം? റോമക്കാർക്ക് എഴുതിയാലും 14-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം പറഞ്ഞ ജീവിച്ചാലും മരിച്ചാലും നിങ്ങൾ ക്രിസ്തുവിൻ്റെതാണെന്ന് പറഞ്ഞു. അത് വായിക്കണം. യേശുവേ നന്ദി. ഹല്ലേലൂയ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ചിന്തിക്കാം. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം, ദൈവവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം, അങ്ങനെ എല്ലാം കണക്റ്റഡാണ്, എല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കണം. അപ്പോൾ ഒന്നിനെ വിട്ടാൽ അവിടെ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കി ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.